അങ്ങനെ KTMന്റെ RC160യും ഡ്യൂക്ക് 160 ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. പണ്ട് തൊട്ടേ 170cc എന്ന് പറഞ്ഞൊരു കമ്മ്യൂട്ടർ സെഗ്മെന്റ് ആണ്. ഒരു പെർഫോമൻസ് ഓറിയന്റഡ് മോട്ടോർ സൈക്കിൾ 170cc KTM മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. ബാക്കി ആരും ഒരു പെർഫോമൻസ് ഡിസൈനിൽ മാത്രമാണ് കമ്പനിക്കാർ ഇപ്പം ഇറക്കുന്നുള്ളൂ. അതൊരു പെർഫോമൻസ് ഓറിയന്റഡ് സീരീസ് അല്ല. ഒരു 150 തൊട്ടാണ് പെർഫോമൻസ് ഓറിയന്റഡ് സീരീസ് വാങ്ങുന്നത്. ഈ 175cc പവർഫുള്ളായ പെർഫോമൻസ് ഓറിയന്റഡ് മോട്ടോർ സൈക്കിൾ ഇല്ല. KTM ഇപ്പോഴാണ് മനസ്സിലായത്. രണ്ടാമത്തെ കേസ് ഡ്യൂക്ക് 175ന്റെ വിലയായിരുന്നു പ്രശ്നം. ഇത് തന്നെയായിരുന്നു RC 175ന്റെ അവസ്ഥ. ഇപ്പൊ ഇതിന്റെ വില എത്രയാവുമെന്ന് ഇവൻ തമ്പുരാൻ അറിയാം. എന്തായാലും KTM അഗ്രസീവ് പ്രൈസിംഗിൽ ഈ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യില്ല എന്ന് ഉറപ്പാണ്. രണ്ട് മോഡലും അഗ്രസീവ് പ്രൈസിംഗിൽ എന്തായാലും ലോഞ്ച് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരിലോട്ട് എത്തുമോ എന്ന് എനിക്കറിയില്ല. ഇവ ചിലപ്പോൾ എത്തിയേക്കാം. പിന്നെ പൊല്യൂഷൻ നിയമങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് അവരുടെ മോട്ടോർ സൈക്കിൾ ലഭിക്കുന്നില്ല എന്നുള്ളൊരു ആദ്യ കമ്പനിക്ക് ഉണ്ട്. അത് പരിഹരിക്കാൻ കൂടിയാണ് 125cc ആ എഞ്ചിൻ റീപ്ലേസ് ചെയ്ത് 160 അവർ അപ്ഗ്രേഡ് ചെയ്യാനുള്ള തീരുമാനത്തിലോട്ട് എത്തിയത്. യമഹയുടെ 155cc തന്നെ R15 MT ഇതെല്ലാം റൈവലായിട്ടായിരിക്കും ഈ മോഡൽ വരുന്നത്. അപ്പാച്ചി സീരീസ് എല്ലാം ഇത് കോമ്പറ്റീഷൻ തന്നെയാണ്. പിന്നെ ബജാജിന്റെ പൾസർ ഇതായിരിക്കും ഇതിന് കോമ്പറ്റീഷൻ വരുന്ന മോഡലുകൾ. KTMന് വിലയുടെ അറിയാത്തതുകൊണ്ട് തന്നെ അപ്പാച്ചി 200 പ്രൈസിംഗിലായിരിക്കും ഇത് വിൽക്കാൻ പോകുന്നത്. രസകരമായ വേറൊരു ഫാക്ട്, ഈ രണ്ട് മോഡലും ലോഞ്ചിങ് സൂൺ എന്നും പറഞ്ഞാൽ കാണിച്ചേക്കുന്നത്. ഇത് ലോഞ്ച് ആയെങ്കിൽ മാത്രമാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ സാധിക്കും.